കേവല ഭൂരിപക്ഷമില്ലാതിരുന്നിട്ടും എല്ലായിടങ്ങളിലും പോയി എല്ലാവരെയും മുട്ടി കണ്ടു സംസാരിച്ചു ഭൂരിപക്ഷം തെളിയിച്ചു. തമിഴകത്ത് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ് മുഖ്യമന്ത്രി ഉത്തരവുകളും പുറപ്പെടുവിച്ചു. ഇവിടെ കേവല ഭൂരിപക്ഷം കഴിഞ്ഞ് സീറ്റ് ഉണ്ടായിട്ടും ഇനിയും ആ കസേരയിൽ ആരിരിക്കുമെന്ന കാര്യത്തിൽ ഒരു തീരുമാനം വന്നിട്ടില്ല. ഹൈക്കമാൻഡ് ഇടപെട്ടിട്ടും കേരളത്തിലെ മുഖ്യമന്ത്രി പ്രഖ്യാപനം നീണ്ടു പോവുകയാണ്. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നടന്ന ചർച്ചയിലും സമവായത്തിലേക്ക് എത്താൻ സാധിച്ചില്ല. 48 മണിക്കൂറിനകം ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് ദേശീയ നേതൃത്വത്തിന്റെ വിശദീകരണം. സോണിയാഗാന്ധിയുടെ നിലപാടും വിഷയത്തിൽ നിർണായകമാകും. ഒരു റിപ്പോർട്ടിലേക്ക്. മുഖ്യമന്ത്രി സ്ഥാനത്തിനായി കെ.സി. വേണുഗോപാലും വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും കടുംപിടുത്തം തുടരുകയാണ്. ഇന്നലെ എ.ഐ.സി.സി. അധ്യക്ഷന്റെ വസതിയിൽ നടന്ന ചർച്ചകളിൽ സമവായമായില്ല. 3 നേതാക്കളും അവകാശവാദത്തിൽ ഉറച്ചുനിന്നു. ഇതോടെയാണ് അന്തിമ തീരുമാനം ഹൈക്കമാൻഡ് എടുക്കുമെന്നറിയിച്ചത്. അതിനിടെ കെ.സി. വേണുഗോപാലിന്റെ പേരിലേക്ക് ഹൈക്കമാൻഡ് എത്തിയെന്ന് കെ.സി. പക്ഷം പ്രചരിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോഴും പരിഗണിക്കപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും. കേരളത്തിലേക്ക് മടങ്ങിയെങ്കിലും പരസ്യ പ്രതികരണത്തിന് വി.ഡി. സതീശൻ തയ്യാറായില്ല. വൈകിട്ട് രമേശ് ചെന്നിത്തലയും സംസ്ഥാനത്തെത്തും. നേതാക്കളുമായി ഹൈക്കമാൻഡ് ഇനി കൂടിക്കാഴ്ച നടത്തില്ലെന്നാണ് വിവരം. ചർച്ചകൾ നീണ്ടത് ജനങ്ങളിൽ അതൃപ്തിയുണ്ടാക്കിയെന്ന് കെ.പി.സി.സി. പ്രസിഡന്റ് സണ്ണി ജോസഫ് പ്രതികരിച്ചു. മുഖ്യമന്ത്രിയെ കാണേണ്ടതല്ലേ, മാനദണ്ഡമൊക്കെ അവരുടെ മുമ്പിൽ വ്യക്തമായ മാനദണ്ഡങ്ങളുണ്ട്. എന്നാൽ ഇതെല്ലാം കോൺഗ്രസിൽ പതിവെന്ന് കെ മുരളീധരൻ. മാറ്റൊന്നും കുറച്ചില്ല, ഇതൊക്കെ പതിവാണ്. കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഇതൊക്കെ സാധാരണ സംഭവം. പരസ്യ പ്രതികരണങ്ങൾ വേണ്ടെന്ന നിർദ്ദേശത്തിന് പിന്നാലെ സംസ്ഥാനത്ത് ഫ്ലക്സ് യുദ്ധങ്ങൾക്ക് താൽക്കാലിക ശമനമായിട്ടുണ്ട്. പ്രകടനങ്ങൾക്കും സാധ്യതയില്ല. അതേസമയം കെ.സി. വേണുഗോപാലിനെതിരെ നിലപാടെടുത്തു എന്ന വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ മുതിർന്ന നേതാവ് കെ.സി. ജോസഫ് എ.ഐ.സി.സിക്ക് പരാതി നൽകി. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.